ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. പ്രാർത്ഥനയും അതിലൂടെയുള്ള ദൈവിക വിടുതലും അനുഭവിച്ചറിയാത്തവരായി ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആരും തന്നെ ഉണ്ടാവില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥന അനുഭവമുള്ളവരാണ്. സത്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തി നടക്കണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതിന് പ്രാർത്ഥിക്കേണ്ടതില്ല. തുടർന്നുള്ള സന്ദേശം മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ ഇത് ഉപദേശപരമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാവൂ. ഉപദേശപരമല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കണം. തുടർ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യം വായിക്കട്ടെ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഈ വായിച്ച വാക്യത്തിൻ്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഓരോ ഇടങ്ങളിലും ശുശ്രൂഷയ്ക്കായി പോയ വേളകളിൽ ശിഷ്യന്മാരോട് മാത്രമായി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു, പഠിപ്പിക്കാറുണ്ടായിരുന്നു. 18-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാകും. യേശുവും ശിഷ്യന്മാരുമായി പോകുന്ന വഴിയിൽ ഒരു അത്തിമരം കണ്ടു. കർത്താവിന് അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. യേശു അതിൻ്റെ അടുക്ക ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണുന്നില്ല എന്ന് മനസ്സിലാക്കി. നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് യേശു അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ യേശു അതിനെ ശപിച്ചെന്നുണ്ട്, അത്തി വേരോടെ ഉണങ്ങിപ്പോയെന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ പ്രതിപാദിക്കുന്നില്ല. ശിഷ്യന്മാർ അത്ഭുത പരതന്ത്രരായി കർത്താവിനോട് ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഇത്ര വേഗം സംഭവിച്ചത്? യേശു അതിന് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. എന്നു മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് യേശു പറഞ്ഞ കാര്യമാണ്. പ്രാർത്ഥിക്കാതെ അത്ഭുതം സംഭവിക്കും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നലുണ്ടായത് എന്നെനിക്കറിയില്ല. എന്നാൽ കേട്ടോളൂ, എങ്ങനെയാണ് പ്രാർത്ഥിക്കാതെ അത്ഭുതമുണ്ടാകുന്നത്. വിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നതും അതിരാവിലെ ഇരുട്ടോടെ പ്രാർത്ഥിക്കുന്നതും നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാത്ത ഒരാളിന് ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു അത്ഭുതം സംഭവിക്കണം എന്നാഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിരിക്കണം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഈ വിഷയത്തിന് മേൽ അത്ഭുതം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതോട് പറയേണ്ടത്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്നും വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അപ്പോൾ വിശ്വാസത്തോടെ പറയുന്നതിന് മുമ്പ് പ്രാർത്ഥനാ ജീവിതം നിലനിർത്തണം. 2, വിശ്വാസത്തോടെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമുള്ളവരാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവനവൻ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ടോ എന്ന് നമുക്കല്ലാതെ വേറെ ആർക്കാണ് നിശ്ചയമുള്ളത്? എന്നാൽ ചില കാര്യങ്ങൾക്ക് ഇത് രണ്ടും പോരാ. അതായത് പ്രാർത്ഥന മാത്രം കൊണ്ടോ വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം കൊണ്ടോ ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് മാത്രം കൊണ്ടോ അത്ഭുതം സംഭവിക്കത്തില്ല, വിടുതൽ സംഭവിക്കത്തില്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം അതേക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന നിലനിർത്തുവാനും പ്രാർത്ഥനാ ജീവിതം നിലനിർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.